വചനം 47. വാക്കർത്ഥം. വഹുവല്ലദീ, അവനാണ് യാതൊരുവൻ, ജഅല, അവൻ ആക്കി, ലക്കും, നിങ്ങൾക്ക്, അല്ലൈല, രാത്രിയെ, ലിബാസൻ, വസ്ത്രം, ഉടുപ്പ്, വന്നൗമ, ഉറക്കിനെ, സുബാതൻ, വിശ്രമം, ആശ്വാസം, നിശ്ചലാവസ്ഥ. വജഅല, അവൻ ആക്കുകയും ചെയ്തു, അന്നഹാറ, പകലിനെ, നുശൂറൻ, എഴുന്നേൽപ്പ്, പുനരെഴുന്നേൽപ്പ്, പുറപ്പാട്, ഉയിർത്തെഴുന്നേൽപ്പ്. وهو الذي جعل لكم الليل لباسا والنوم سباتا وجعل النهار نشورا. അവനത്രേ നിങ്ങൾക്ക് രാത്രിയെ ഒരു വസ്ത്രവും ഉറക്ക് ഒരു വിശ്രമവും അഥവാ മരണവും ആക്കി തന്നിട്ടുള്ളവൻ. പകലിനെ അവൻ ഒരു ഉയിർത്തെഴുന്നേൽപ്പും അഥവാ വ്യാപാരയോഗ്യവും ആക്കിയിരിക്കുന്നു. 47-ാം വചനത്തിൻ്റെ വിശദീകരണം. വസ്ത്രം മനുഷ്യന് നഗ്നത മറക്കുവാനും ദേഹരക്ഷയ്ക്കും ഉപകരിക്കുന്നു. അതുപോലെ തന്നെ രാത്രിയും നമുക്ക് മറവും രക്ഷയും നൽകുന്നു. വസ്ത്രം അത് ധരിച്ച വ്യക്തിക്കു മാത്രം ഉപകരിക്കുന്നുവെങ്കിൽ രാത്രിയാകുന്ന വസ്ത്രം പൊതുവിൽ എല്ലാവർക്കും ഒരുപോലെ ഉപയോഗപ്പെടുന്നു. ഉറക്കാകട്ടെ അതൊരു വിശ്രമമാണ്. ഒരു കണക്കിൽ അതൊരു തരം മരണമാണെന്നു പറയാം. കുറേ നേരത്തേക്ക് അത് നമ്മുടെ ചലനങ്ങളും പ്രവർത്തനങ്ങളും ഗ്രഹണേന്ദ്രിയങ്ങളും അടക്കിവെച്ച് നമ്മെ നിശ്ചേഷ്ടരാക്കുന്നു. ഈ അവസരത്തിൽ നമുക്ക് പദാർത്ഥലോകവുമായി ബോധപൂർവമായ ഒരു ബന്ധവുമില്ലാതാകുന്നു. വല്ല ബന്ധവും ഉണ്ടെങ്കിൽ അത് സ്വപ്നം വഴി ആത്മീയ ലോകത്തോടായിരിക്കും. ഈ നിലക്ക് നിദ്ര ഒരു മരണം തന്നെ. മുമ്പുണ്ടായിരുന്ന ശാരീരികവും മാനസികവുമായ ക്ഷീണവും തളർച്ചയും മാറ്റി ഒരു പുതിയ ഉന്മേഷവും ചൈതന്യവും വീണ്ടെടുക്കുവാനും പരിഹാരം കാണാതെ തലയിലേറ്റി നടക്കുന്ന എത്രയോ വികാരാദി ശല്യങ്ങളെ അല്പനേരം ഒരു അത്താണിയിൽ ഇറക്കിവെച്ച് ആത്മാവിന് സ്വൈര്യവിഹാരം നടത്താനും നിദ്ര സഹായിക്കുന്നു, അല്ല നിർബന്ധിക്കുന്നു. ഈ നിലക്ക് അതൊരു വമ്പിച്ച വിശ്രമവും ആകുന്നു. കുറച്ചു ദിവസമോ മണിക്കൂറുകളോ ഉറങ്ങുവാൻ കഴിയാതെ വന്നാലത്തെ ദുരവസ്ഥ ആരെയും പറഞ്ഞറിയിക്കേണ്ടതില്ല. ഉറങ്ങുവാൻ പറ്റിയ മറവും സ്വസ്ഥതയും അനുകൂലമായ പൊതുപരിതസ്ഥിതികളും രാത്രിയിലാണുള്ളത്. അങ്ങനെ അള്ളാഹു നമുക്ക് രാത്രിയെ വസ്ത്രവും നിദ്രയെ വിശ്രമവുമാക്കി തന്നിരിക്കുകയാണ്. മനുഷ്യൻ ഇതര ജീവികളെപ്പോലെ തന്നെ അവൻ്റെ ഉപജീവനമാർഗം അന്വേഷിക്കേണ്ടതുണ്ട്. അല്ല, അവന് ആയിരം തുറകളിൽ വ്യാപരിക്കുകയും വിഹരിക്കുകയും വേണം. വിശ്രമിച്ചാൽ മാത്രം പോരാ. അതുകൊണ്ട് സമയമെല്ലാം രാത്രിയായിരുന്നാൽ അവന് ജീവിക്കുക സാധ്യമല്ല. അവൻ്റെ ആവശ്യങ്ങൾ ഭൂമി മുഴുവനും പരന്നു കിടക്കുകയാണ്. അല്ല, അന്തരീക്ഷത്തിലും ഉപരിയാകാശത്തും അവന് സഞ്ചരിക്കേണ്ടി വരും. ഇതിനായി അള്ളാഹു അവന് പകലിനെ പ്രദാനം ചെയ്യുകയും അവൻ്റെ ആവശ്യങ്ങൾ നിർവഹിക്കുമാറ് അതിനെ പാകപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. അങ്ങനെ അനുദിനം രാത്രിയിൽ നിദ്രയാകുന്ന മരണവിശ്രമം ആസ്വദിച്ച ശേഷം അതിൽ നിന്ന് പ്രഭാതവേളയിൽ അവൻ പുനരെഴുന്നേൽക്കുകയും അടുത്ത രാത്രി വരെ ജീവിതയാത്ര തുടർന്നുകൊണ്ടിരിക്കുകയുമാണ്. മൂന്നാമത്തെ ദൃഷ്ടാന്തം ഇതാണ്.